ചാത്തന് 15,000 വോട്ടിൽ ജയിക്കുന്നതാണ് അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ചെയ്തത്. എന്നോട് അടുപ്പുള്ള ഒരു CPM നേതാവ്, ഇത്തരത്തിലുള്ള പേരെന്ന് പറഞ്ഞത് ശരിയല്ല, ഇവർക്ക് വോട്ട് കൊടുക്കേണ്ടിയിരുന്നില്ല. 3 പേരും 3 മുഖത്താണ്. എങ്ങനെ മുന്നോട്ട് പോകും എന്ന രീതിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ UDF വരാനുള്ള കാരണം പിണറായി മാറണം, പിണറായി സർക്കാർ മാറണം. ആ ചിന്തയാണ്, ആ നെഗറ്റീവ് വോട്ടാണ് UDF-ന് കിട്ടിയത്. പക്ഷേ VD സതീശനൊക്കെ കൃത്യമായി പറഞ്ഞിരുന്നു 100-ൽ പരം സീറ്റുകൾ നേടി ഭരണത്തിൽ വരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. അത് തന്നെയാണല്ലോ സംഭവിച്ചത്. മനോചിന്ത പോലും CPM മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട്. ജനങ്ങളിൽ നടന്നില്ലേ, അവരുടെ ആശയങ്ങളിൽ നിന്ന് അവർ മാറിയില്ലേ. 4 പേര് റിബലായിട്ട് മത്സരിച്ചു, 3 പേരും വിജയിച്ചില്ല. പട്ടാരിക്കര മാത്രമേ ഉള്ളൂ ചെറിയ വോട്ടിന് പരാജയപ്പെട്ടത്. ജി സുധാകരനെ പോലുള്ളവർ മറ്റു 2 പേർ ഒരു കൃത്യം മെസ്സേജ് പാർട്ടി പ്രവർത്തകർ കൊടുത്തു, നിങ്ങളല്ല കമ്മ്യൂണിസ്റ്റ്, എവരാണ് നമുക്ക് ഇപ്പോൾ പറഞ്ഞ 2016 വിജയത്തിൽ നിന്ന് തുടങ്ങാം. 2016 വിചാരിതമായിട്ട് BJP-യുടെ സ്ഥാനാർത്ഥിയാകുന്നു. 2016 വലിയ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നു. എങ്ങനെയാണ് ചാത്തന്നൂരിലെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 2 തവണത്തെ തെരഞ്ഞെടുപ്പും ഇത്തവണയും എങ്ങനെയാണ് നോക്കുന്നത്? 2016 ഞാൻ മത്സരിക്കുമ്പോൾ അന്ന് വരെ BJP-ക്ക് ലഭിച്ചതിനേക്കാൾ 10 ഇരട്ടി വോട്ടിന്റെ വർധനമാണ് 2016. 2011 അപ്പത്തെ തന്നെ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ചാത്തുമക്കാരൻ തന്നെ മത്സരിച്ചപ്പോഴും 3388 വോട്ട്, നേരെ 33,000-ലേക്ക് മാറുക. ആ ഒരു വലിയ മാറ്റമുണ്ട്. അവിടെ തുടങ്ങുന്നു. പിന്നീട് 2021 വരുമ്പോൾ വീണ്ടും 10,000 വോട്ട് വർദ്ധിക്കും. കേരളത്തിൽ BJP-ക്ക് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10,000 വോട്ട് വർദ്ധിച്ച ഏക നിയമസഭാ മണ്ഡലം ചാത്തന്നൂരാണ്. 26 വന്നപ്പോൾ വീണ്ടും ഒരു 10,000 വോട്ട് വർദ്ധിച്ച് 52,000 വോട്ടിലേക്ക് മാറും. 2016 തൊട്ട് 21 2 തവണ 2ാം സ്ഥാനത്ത് വന്നൊരു നിയമസഭ. ഇത്തവണ ജനങ്ങൾ തിരിച്ചത് 2 തവണ 2ാം സ്ഥാനത്ത് വന്നയാണ്, ഇത്തവണ 1ാമതെത്തട്ടെ എന്ന് ചിന്തിച്ചു. ആ ചിന്തയാണ് ഈ 2016 എങ്ങനെയാണ് ഇത്ര ഒരു 3% നിന്ന് 24% എത്തിയത്? എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്? ഒന്ന് കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ഞാൻ ചാത്തന്നൂരിലെ തൊഴിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 95-2000 ഞാൻ ജനപ്രതിയാണ്. അതിന് മുമ്പും ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ചാത്തന്നൂരിൻ്റെ പൊതുരംഗത്ത് ഞാൻ 91 കൊല്ലം SM കോളേജില് MA 2ാം വർഷ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് എൻ്റെ നാട്ടുപുറത്ത് മീനാടെന്ന് പറഞ്ഞ നാട്ടുപുറം അന്ന് ഈ നാടൻ ചുടുകട്ട വ്യവസായത്തിൻ്റെ ഒരു മേഖലയാണ്. അന്ന് വരെ അവിടെ CH മാത്രമേ ഉള്ളൂ, CPM മാത്രമേ ഉള്ളൂ. ആ മേഖലയിൽ അസംതൃപ്തരായ ഇഷ്ടിക നിർമ്മാണ തൊഴിലാളികൾ നേതൃത്വത്തോട് അവിടെ തൊഴിലാളികളുടെ ആവശ്യങ്ങളൊന്നും വാങ്ങിക്കൊടുക്കുന്നില്ല എന്ന് ചിന്തിച്ച ഇഷ്ടിക നിർമ്മാണ തൊഴിലാളികൾ പൊതുരംഗത്തന്ന് മീനായിട്ട് നിൽക്കുന്ന എന്നോട് ചോദിച്ചു, ഞങ്ങൾക്ക് യൂണിയൻ നേതൃത്വം കൊടുക്കാമോ എന്ന് ചോദിക്കുന്നത്. 91-ലാണ്. ഞാൻ പറഞ്ഞു ശരി. അവരോടൊപ്പം ചേർന്ന് നിന്ന് അന്ന് ആ സമരമാണ് 42 ദിവസം നീണ്ടിരിക്കുന്ന സമരമാണ് മീനായിട്ട് ഇഷ്ടിക നിർമ്മാണ മേഖലയിൽ നടക്കുന്നത്. അവരോടൊപ്പം ചേർന്ന് നിന്ന് സമരം നടത്തി. ആ സമരത്തിലാണ് ആദ്യമായി ആ മേഖലയിൽ ഇഷ്ടിക നിർമ്മാണ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ ശമ്പള വർധന വാങ്ങിക്കൊടുക്കാൻ കഴിയും. അതാണ് എൻ്റെ 95-ലെ വിജയത്തിന് കാരണമായി മാറിയത്. ഞാൻ സാധാരണക്കാരോടൊപ്പം, പാവപ്പെട്ടവരോടൊപ്പം, തൊഴിലാളികളോടൊപ്പം നിന്നു. ഏതാണ്ട് 2000-ലും തൊഴിലാളികളുണ്ട് ആ മേഖലയിൽ മൊത്തം ചാത്തന്നൂർ മേഖലയിൽ. അപ്പൊ അത് പ്രത്യേകിച്ച് ഞാൻ താമസിക്കുന്ന മേഖല ഇഷ്ടിക നിർമ്മാണയുടെ മേഖലയാണ്. അത് ജനങ്ങൾ ഉണ്ടാക്കിയ വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഞാൻ നാളിതുവരെ കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. ഇപ്പൊ 95 പഞ്ചായത്ത് മെമ്പറാകുന്നു, 96-ൽ ചാത്തന്നൂർ SNDP യൂണിയന്റെ സെക്രട്ടറി ആവുന്നു, 99-ൽ പ്രസിഡന്റ് ആവുന്നു. ഇപ്പോഴും ഞാൻ ആ പദവിത്തോടുണ്ട്. അപ്പോൾ രാഷ്ട്രീയ രംഗത്തായാലും പൊതുരംഗത്തായാലും തൊഴിലാളി മേഖലയിലായാലും ജനപ്രതിനിധി 95-2000 ജനപ്രതിനിധി ഈ മേഖലകളിൽ ഞാൻ അവരോടൊപ്പം നിരന്തരം നിൽക്കുന്നു എന്ന ചിന്ത തന്നെയാണ് 2016-ൽ ഇത്രയധികം വോട്ടിലേക്ക് വരാനുള്ള മുഖ്യ കാരണം. ആ വിശ്വാസം, അവരുടെ വിശ്വാസം, ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ഞാൻ ഇപ്പോഴും പരമാവധി ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഒരാളാണ് സാധാരണക്കാരാണ്. ഇപ്പോൾ 2 പേർ വിജയിച്ചു, 2 പേരും കേന്ദ്രമന്ത്രിമാർ, രാജ്യസഭയിൽ. അവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ വെറും സാധാരണക്കാരൻ മാത്രമാണ്. അവരോടൊപ്പം നിൽക്കുന്നത്. താങ്കളൊരു കോൺഗ്രസ് പശ്ചാത്തലത്തിൽ നിന്ന് വരികയാണ്. അച്ഛനൊരു കോൺഗ്രസ് നേതാവായിരുന്നു.
എന്തുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്കുള്ള ഒരു ഷിഫ്റ്റിന്റെ കാരണങ്ങൾ എന്തായിരുന്നു? 2016 വീട്ടിന് തൊട്ടടുത്ത അയൽപക്കത്ത് ഇപ്പൊ സംഘത്തിന്റെ പ്രചാരകനായിട്ടുള്ള ശ്രീ ഉണ്ണിയാണ്, എന്നെ അണ്ണാന്നാ വിളിക്കുന്നത്. അപ്പൊ എന്ന് രാവിലെ കാണുമ്പോൾ ഇതേ കാര്യം 2016 തൊട്ട് മുമ്പ് ഏതാണ്ട് 4 മാസം മുമ്പ്, മെയ് മാസത്തിൽ 4 മാസം മുമ്പ് അത്തവണ BJP-യുടെ സ്ഥാനാർത്ഥിയാവും. ഒരു പക്ഷേ BJP-ക്ക് അത്ര വോട്ടുകളെ കിട്ടിയിട്ടുള്ളൂ. അത് ചിലപ്പോൾ മനസ്സിൽ ഒരു ചിന്തയായിരിക്കാം, ആ പ്രചാരകരുടെ മനസ്സിലൂടെ ഒരു ചിന്തയായിരിക്കാം, അണ്ണ സ്ഥാനാർത്ഥിയാകണം എന്നിങ്ങനെ പറഞ്ഞു. ആ ഒരു നിർബന്ധ ബുദ്ധിയാണ് ഞാൻ BJP സ്ഥാനാർത്ഥിയാകും. ഒപ്പം കോൺഗ്രസിനകത്തുള്ള പലതരത്തിലുള്ള അവഗണനയുണ്ടാകും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ അദ്ദേഹത്തിന് നിർബന്ധ ബുദ്ധി, അദ്ദേഹം വേറെ ചില മാർഗങ്ങളൊക്കെ ഉപയോഗിച്ചു ഞാൻ BJP സ്ഥാനാർത്ഥിയാകാൻ. ലിസ്റ്റ് കാർഡ് എഴുതി മെമ്പർഷിപ്പ് എടുത്ത് 3-ാം മണിക്കൂർ ഞാൻ സ്ഥാനാർത്ഥിയാവാണ്. അത്തരത്തിലാണ് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് BJP സ്ഥാനാർത്ഥിയായിട്ട് 2016 കടന്നത്. സാമൂഹ്യബദ്ധമായിരിക്കാം അദ്ദേഹം പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഈ BJP-യുടെ ഇതിനകത്ത് വേറൊരു ബുദ്ധിപൂർവമായ ഒരു നീക്കം കൂടെ ഉണ്ടാവില്ലായിരുന്നോ? താങ്കൾ SNDP യൂണിയൻ്റെ താലൂക്ക് യൂണിയൻ പ്രസിഡൻ്റായിരുന്നു. അവിടെ CPI പ്രധാന എതിരാളി CPI എന്ന് പറയുന്ന ഒരു നായർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള നേതാവായിരുന്നു. താങ്കൾ അന്ന് കിട്ടിയ വോട്ടുകൾ എന്ന് പറയുന്നത് ഒരു വലിയ പിന്നോക്ക വിഭാഗത്തിൻ്റെ വോട്ടുകളും കൂടിയായിരുന്നു. ശരിക്കും ആ ഒരു കമ്മ്യൂണിറ്റി ഇക്വേഷനല്ലേ അതിനകത്ത് വർക്ക് ചെയ്തത്? നിയമസഭ രൂപീകൃതമായ കാലഘട്ടം നമ്മൾ നോക്കിയാൽ ഒന്ന് CP രവീന്ദ്രൻ അദ്ദേഹമായിരുന്നു അവിടുത്തെ MLA. ഇപ്പൊ മണ്ഡലത്തിൽ കടലിക്കൽ മാറ്റം വന്നിട്ടുണ്ട്. അത് നെടുമല പഞ്ചായത്തിന്റെ ഭാഗമായി. അപ്പൊ അത് കൊണ്ടേ ഇപ്പുറത്ത് പൂയപ്പള്ളി ഇതിനോടൊപ്പം ചേർന്നു. അതിനുശേഷം പിന്നെ അവിടെ ജയിക്കുന്ന ശ്രീ ജയിച്ചിത്തരഞ്ഞ ഒരിക്കൽ ശ്രീ തങ്കമ്പുഴ സാർ അവിടെ ജയിച്ചിട്ടുണ്ട്. അന്ന് നിയമസഭ കൂടി ആർക്കും കേവല ഭൂരിപക്ഷം ഇല്ലായിരുന്നു. അതിനുശേഷം തുടർച്ചയായിട്ട് ചിത്രരഞ്ജനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചാത്തന്നൂർക്കാരൻ തന്നെയായ ശ്രീ CV പത്മനാഭൻ MLA ആവും. പിന്നീട് അദ്ദേഹം മന്ത്രി, മുഖ്യമന്ത്രിയുടെ ചുമതല, KPC പ്രസിഡന്റ് ആ പദവികളിലൊക്കെ പോയി. അദ്ദേഹത്തെ വീണ്ടും പരാജയപ്പെടുന്ന ശ്രീ P. രവീന്ദ്രൻ. പിന്നീടാണ് ശ്രീ L. രുദ്രനും ശ്രീ പ്രതാപവർമ്മ തമ്പാനും ഒക്കെ വീണ്ടും അതിന് കമ്മിയുടെ കാര്യം 3 തവണയും UDF അവിടെ ജയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള അടിസ്ഥാനപരമായി ഒരു കമ്മ്യൂണിസ്റ്റ് മണ്ഡലം. പിന്നെയാണ് 2011 ബിന്ദു കൃഷ്ണയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ശ്രീ ജയലാൽ സ്ഥാനാർത്ഥിയാവുന്നു. അവിടെ ഇതെല്ലാം പൊതുരംഗത്തുള്ള അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടാവാം അത്തരം പരിഗണനയിലേക്ക് വന്നിട്ടുള്ളത്. കോൺഗ്രസിന്റെ ഒരു അവഗണനയുമില്ല. ആ മണ്ഡലം കുറെ കാലമായി കോൺഗ്രസ് അല്ലെങ്കിൽ UDF ശ്രദ്ധിക്കാതെ അതിന് വിജയസാധ്യതയില്ല എന്നുള്ളൊരു പ്രതീതി ഉള്ളതുകൊണ്ട് അത് BJP ക്യാഷൻ ചെയ്തു എന്നും കരുതിക്കൂടെ? 2011 തെരഞ്ഞെടുപ്പില് 47,000 വോട്ട് പിടിച്ചിരുന്നു ശ്രീമതി ബിന്ദു കൃഷ്ണ. അദ്ദേഹം ജയിക്കുന്നു. അതിനുശേഷം 2016 ഞാൻ വരുമ്പോൾ ശ്രീ സൂര്യനാരായണ രാജശേഖരനാണ് മത്സരിക്കുന്നത്. അദ്ദേഹം 3-ാം സ്ഥാനത്തായോടുകൂടി ചിലപ്പോൾ ഒരു പക്ഷേ കോൺഗ്രസ് ചാത്തന്ന മണ്ഡലം ഉപേക്ഷിച്ചിട്ടുണ്ടാകും. ഇത്തവണ തന്നെ ഏറ്റവും ആദ്യം പരിഗണിച്ചത് ഫോർവേഡ് ബ്ലോക്കിന്റെ ശ്രീ ദേവരാജനാണ്. അദ്ദേഹത്തെയാണ് ആദ്യം പരിഗണിച്ചത്. അദ്ദേഹത്തിന്റെ പേരും പിന്നെ അതിനെതിരെ കുറെ പോസ്റ്ററും ഒക്കെ ആയിട്ടാണ് പിന്നീട് ശ്രീ സൂരജ് രവിയെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അവിടെ ഈ പശ്ചാത്തലത്തിൽ തുടക്കം തന്നെ ആൾക്കാർ പറഞ്ഞു തുടങ്ങി ഇത്തവണ ഗോകുമാർ ജയിക്കും, BJP ജയിക്കും എന്ന് തുടക്കം മുതൽ തന്നെ ആൾക്കാരുടെ ഒരു സംസാരമായി മാറി. അതിൽ ഈ കോൺഗ്രസ് ജയത്തിന് ശേഷം ഉണ്ടാവുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് കൊട്ടാരക്കരയിൽ AN ബാലഗോപാലിനെ BJP RSS സഹായിക്കുകയും അതിന് പകരമായിട്ട് CPM ഇവിടെ താങ്കളെ സഹായിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഒരു വാസ്തവമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ UDF പിടിച്ച വോട്ട് എന്തുകൊണ്ട് ഇത്തവണ പിടിച്ചില്ല? രമേന്ദ്രനൊക്കെ നല്ലൊരില്ലായിരുന്നു ചാത്തന്നൂർ. ആ വോട്ട് എന്തുകൊണ്ട് കിട്ടിയില്ല? വോട്ട് ഓൾമോസ്റ്റ് സെയിം ആണ്. പീതാംബരക്കുറുപ്പ് പിടിച്ച വോട്ട് തന്നെ. അത്രേ ഉള്ളൂ, അത്ര വോട്ടേ പിടിച്ചിട്ടുള്ളൂ. അതെന്തുകൊണ്ട് പിടിച്ചില്ല? 1 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് എന്തുകൊണ്ട് തവണ കിട്ടിയില്ല? മറുപടി ഈ കൊട്ടാരക്കരാണ്. ഈ ആരോപണം ഉന്നയിച്ച സുരേഷ് ഗോപി പിടിച്ച വോട്ട് എന്തുകൊണ്ട് അവിടെ UDF കിട്ടിയില്ല? അങ്ങനെയാണെങ്കിൽ UDF LDF തമ്മിൽ കച്ചവടമാണ്. കൊല്ലത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF പിടിച്ച വോട്ട് ഇത്തവണ LDF പിടിച്ചിട്ടില്ല, UDF-ന് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ LDF-ന്റെ വോട്ട് മറിച്ച് UDF-ന് കൊടുത്തിട്ടുണ്ട്. ജനവിധി അംഗീകരിക്കുക എന്നുള്ള സാമാന്യ മര്യാദയാണ് എല്ലാവരും കാണിക്കുന്നത്.
അല്ലാതെ കണക്ക് കാണിച്ചിട്ട് BJP ജയിക്കുമ്പോൾ അത് ഇതേപോലെ ഡീലെന്ന് പറയുക, അവർ ജയിക്കുമ്പോൾ അത് ജനവിധി എന്ന് പറയുക. ഈ തെറ്റ് എന്ന് ഈ രണ്ട് മുന്നണിക്ക് അവസാനിപ്പിക്കുന്നോ അന്ന് മാത്രമേ അവർക്ക് ജനങ്ങളുടെ അംഗീകാരം ലഭിക്കത്തുള്ളൂ. ഒരു വിജയത്തെ ജനങ്ങളെ പരിഹസിക്കുന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ഒരു പൊതുപ്രവർത്തകന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് പറ്റുന്നതല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് ആ തെറ്റ് അതേപോലെ തുടരട്ടെ എന്നാണ് BJPയുടെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം ഞങ്ങൾക്ക് ജയിക്കണമെങ്കിൽ ഇവരുടെ ഈ വ്യാഖ്യാനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം കേരളത്തിൽ. ഈ പല ഘടകങ്ങൾ പറയുമ്പോഴേ താങ്കൾ ഒരു മണ്ഡലത്തിൽ 2 തവണ 2ാം സ്ഥാനത്ത് വന്നിട്ട് വീണ്ടും അവിടെ തന്നെ നിന്ന് മത്സരിക്കുന്നു എന്നൊരു ഘടകം, അതാണോ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി വിജയത്തിന്? ഞാൻ മണ്ഡലം വിട്ടു നിന്നിട്ടില്ലല്ലോ. 2014 പരാജയപ്പെട്ടത്, 2024 10,000 വോട്ട് വർദ്ധിപ്പിച്ചു. വീണ്ടും അവിടെ ആ മണ്ഡലം തന്നെ കേന്ദ്രീകരിച്ചു. എൻ്റെ സ്വന്തം സ്ഥലമല്ലേ, കേന്ദ്രീകരിക്കാൻ പ്രത്യേകിച്ച് കാരണം ഞാൻ നേരത്തെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കേന്ദ്രീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ വീണ്ടും അവിടുത്തെ ആൾക്കാരുടെ സുഹൃത്തുക്കളായാലും അവിടുത്തെ വികസന കാര്യങ്ങളിലായാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവരോടൊപ്പം തന്നെ ആ വിശ്വാസമാണ് മൂന്നാമത് വിജയത്തിലേക്ക് മാറിയത്. ഈ CPI അവരുടെ അസസ്മെന്റിൽ പറയുന്നുണ്ട് ഇത്തവണയും GS ജയലാലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കില്ല, റിസൾട്ട് മറിച്ചായിരിക്കും എന്നാണ് അവരുടെ ഒരു അസസ്മെന്റ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ജയലാൽ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ മത്സരം കൂടുതൽ കടുത്തതാകുമായിരുന്നു. ജയലാൽ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ഭൂരിപക്ഷം കുറച്ചും കൂടി വർദ്ധിച്ചേനെ. ഇത് പുതിയ ആള്, അത്തരം അസംതൃപ്തിയൊന്നും ഇത്തവണ ഇടത് ക്യാമ്പിലില്ലായിരുന്നു. ജയലാലിനെതിരെ തുടർച്ചയായി പല ഘടകങ്ങളും പാർട്ടിക്കകത്ത് തന്നെയുണ്ട്. കഴിഞ്ഞ തവണയും മാറ്റി നിർത്താൻ തീരുമാനിച്ചതാണ് ചില ആരോപണങ്ങൾ അടിസ്ഥാനം, പാർട്ടിയുടെ ആരോപണം അടിസ്ഥാനം. അന്ന് ഞാൻ കേട്ടത് വാസ്തവം എനിക്കറിയില്ല, പിണറായി ഇടപെട്ടിട്ടാണ് ജയലാൽ മത്സരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കേൾക്കുന്നു. എനിക്ക് എൻ്റെ വർക്കരാപുര പാർട്ടിയുടെ കാര്യം എനിക്ക് വ്യക്തിപരമായി അറിയാൻ പറ്റത്തില്ല. അപ്പൊ ഇത്തവണ അതിനേക്കാൾ വലിയ അസംതൃപ്തി നിലനിർത്ത സമയമാണ്. എന്റെ നല്ല വിശ്വാസം ജയലാലായിരുന്നെങ്കിൽ ഭൂരിപക്ഷം 10,000 കടക്കുമായിരുന്നാണ്. ഈ CPIയിൽ നിന്നുള്ള ഇത്തരം അസംതൃപ്ത വോട്ടുകൾ, CPMൽ നിന്നുള്ള അസംതൃപ്ത വോട്ടുകളാണോ ഈ വിജയത്തിന്റെ ഒരു പ്രധാന ഘടകം? അത് ജനങ്ങളുടെ അംഗീകാരമാണ്. സ്വാഭാവികമായിട്ടും ജയലാലിന് സീറ്റ് കിട്ടാത്തതിന്റെ അസംതൃപ്തി അദ്ദേഹത്തിന് കാണുമായിരിക്കാം. അവരെ പാർട്ടി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കോൺഗ്രസിനകത്ത് സീറ്റ് കിട്ടാത്തവരൊക്കെ അസംതൃപ്തരായിരിക്കും. അല്ല, പക്ഷേ ഈ ജയലാലിന് സീറ്റ് കൊടുക്കാത്തത് അവിടെ ഒരു വലിയ CPIയിലും LDFിലും വലിയൊരു ചർച്ചയായിരുന്നു. ആ ഒരു അസംതൃപ്തി താങ്കളെ സഹായിച്ചിട്ടുണ്ടോ? പൊതു നിലപാട് പാർട്ടിയുടെ ഒരു പൊതു നിലപാടാണ്. അവര് ജയലാലിനെ സംബന്ധിച്ച് അത്ര വലിയ അസംതൃപ്തി ഈ വോട്ടൊന്നും അല്ല. ഇത് ജനങ്ങൾ ചിന്തിച്ച് നൽകിയ ഒരു വോട്ട് തന്നെയാണ്. താങ്കൾക്ക് ഈ കോൺഗ്രസിൽ നിന്നാണോ ഇടതുപക്ഷത്തിൽ നിന്നാണോ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ടാവുക? ജനങ്ങളുടെ വോട്ടായിരിക്കും ഈ വോട്ട് പാർട്ടി. സ്വാഭാവികമായിട്ട് 10,000 വോട്ട് കുറഞ്ഞ ആൾക്കാർ LDFിനാണ്. അവിടെ LDF വിളിയപ്പെടുന്നില്ല. ജനങ്ങൾ തീരുമാനിച്ചു, ജനങ്ങൾ അനുസരിച്ചു. പക്ഷേ BJP ജയിച്ചിട്ടുള്ള 3 സീറ്റുകളുണ്ട്. 3 LDF സീറ്റുകളായിരുന്നു. 3 സ്ഥാനത്തേക്ക് പോയിരിക്കുന്നത് കോൺഗ്രസ്സാണ്. ഓൺ എ ലാർജർ പിക്ചർ BJPയുടെ ഗ്രോത്തിനെ ശരിക്കും ഗ്രോത്ത് വരുമ്പോൾ ആരായിരിക്കും കൂടുതൽ എഫക്റ്റഡ് ആവുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുമ്പോൾ? BJP പടിപടിയായി വളരുന്ന പ്രസ്ഥാനമാണ് കേരളം. നമ്മൾ ദേശീയ രാഷ്ട്രീയം പരിശോധിച്ചു. ഇപ്പൊ ആരുടെ വോട്ട് കുറയുന്നതല്ല, ജനങ്ങളുടെ വിശ്വാസം BJPയിലേക്ക് മാറും. ഇപ്പൊ UDFന് വലിയ വിജയം കിട്ടി. സ്വാഭാവികമായും LDF മന്ത്രിമാരടക്കം പരാജയപ്പെട്ടു. പക്ഷേ BJPക്ക് 3 സീറ്റ് കിട്ടി വോട്ടിംഗ് ശതമാനത്തിൽ വ്യത്യാസമാണ്. കേരളം മാറി ചിന്തിക്കുക. ഈ 2 മുന്നണികൾക്കും ബദലായി ഒരു രാഷ്ട്രീയം കേരളത്തിൽ വേണം. അത് മോദിജിയുടെ രാഷ്ട്രീയമാണ്. മോദിജിയുടെ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും കേരളത്തിൽ വേണം. അതുകൊണ്ട് തന്നെ പക്ഷെ അവിടെ ഒരു ഓപ്ഷൻ ഇത്രയും നാൾ ഇല്ലായിരുന്നു. LDF അല്ലെങ്കിൽ UDF. ഇപ്പോ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കുന്നു. കഴിഞ്ഞ 30 സീറ്റുണ്ട്, 2ാം സ്ഥാനത്ത് വന്നു. ചാത്തന്നൂർ 2 തവണ തുടർച്ചയായിട്ട് 2ാം സ്ഥാനത്ത് വന്നു. അവിടെ ഇപ്പം ജനത്തിന് കൂടുതൽ വിശ്വാസമായി കഴിഞ്ഞു. 3 സീറ്റിലേക്ക് വന്നു. ഇവർക്ക് 2 പേർക്കും ബദലായി BJP ഉണ്ട്, നരേന്ദ്രമോദിയുടെ ശബ്ദമുണ്ട് എന്ന ചിന്തയാണ് കേരള രാഷ്ട്രീയത്തിൽ വരുന്നത് മാറ്റം. താങ്കൾ അവിടെ ഈ 2 തവണ 2ാം സ്ഥാനത്ത് വരികയും ഇപ്പം ജയിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ ലോക്കൽ ബോഡി, എൻ്റെ സംശയമാണ്, ലോക്കൽ ബോഡി ഇലക്ഷനിൽ BJPക്ക് അവിടെ ഒരു തദ്ദേശ സ്ഥാപനങ്ങളും ഇല്ലല്ലോ. അതും തോന്നുന്നു താങ്കൾക്കൊരു വളർച്ച ഉണ്ടാവുകയും BJPക്ക് ഒരു വളർച്ച ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്?
കൺസിഡർ ചെറുക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്രമേ നമുക്കുള്ളൂ. ഇപ്പൊ 16-ലായാലും 21-ലായാലും ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എനിക്ക് കിട്ടിയ വോട്ട് പിന്നീട് പഞ്ചായത്ത് സമിതി കിട്ടിയില്ല. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഞങ്ങളുടെ ജനപ്രതിനിധികൾ ഇപ്പോൾ 40 ഉണ്ട് അവിടെ ചെറുക്കര പഞ്ചായത്ത് സംവിധാനത്തിൽ. ഞാൻ 21 മത്സരിക്കുമ്പോൾ 34 ജനപ്രതിനിധികളുണ്ട്. ഇപ്പൊ 6 കൂടെ കൂടി 40ആയി. അപ്പോൾ ജനപ്രതിനിധികളുടെ എണ്ണത്തിൽ 2016 ശേഷം നമുക്ക് വലിയ മാറ്റം ചാത്തന്നൂരിൽ വന്നിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലേക്കൊന്നും വന്നിട്ടില്ല എന്ന് മാത്രമേ. കഴിവാറക്കൽ പഞ്ചായത്ത് ഞങ്ങൾ ഭരിച്ചിരുന്നു. പക്ഷേ ചില പാർട്ടിക്കാരുടെ പ്രശ്നങ്ങൾ കാരണം ഞാൻ പഞ്ചായത്ത് ജില്ലാധ്യക്ഷനായിട്ടിരിക്കുമ്പോൾ അത് നമുക്ക് നഷ്ടപ്പെട്ടു മാത്രമേ ഉള്ളൂ. അത് ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന രീതിയിലാണ് നമ്മൾ ഭരിച്ചത്. ഇപ്പൊ ചെറുക്കര പഞ്ചായത്ത് ഞങ്ങൾ തുല്യമായിരുന്നു. ഞങ്ങൾക്കൊരു പ്രസിഡന്റ്ഷിപ്പ് പോയി, വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ്ഷിപ്പ് ഞങ്ങൾ കിട്ടി. അതാണ് ഈ ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ഗോപകുമാർ എന്ന് പറയുന്ന ഒരാളുടെ വ്യക്തിപ്രഭാവമല്ലേ, അല്ലാതെ BJPയുടെ ഒരു സംഘടന വളർച്ചയല്ലല്ലോ. കാരണം ഗോപകുമാർ BJPയിൽ വന്നതിന് ശേഷമാണ് ഈ മുഴുവൻ ഇലക്ട്രൽ വളർച്ച മുഴുവൻ ഉണ്ടാകുന്നത് വോട്ടില്. അതിനു മുമ്പ് BJPക്ക് പറഞ്ഞ പോലെ 3000 സംതിങ് വോട്ടേ ഉള്ളൂ. ഗോപകുമാറാണ് അവിടെ BJP. വേറെ BJPയുടെ ഒരു സംഘടനാ സംവിധാനത്തിൽ BJP ഒരു പാർട്ടിക്ക് വളർച്ച ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ ഏറ്റവും അടുത്ത ഗ്രാസ് റൂട്ടിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നോക്കിയാലും ഒക്കെ നമുക്ക് കാണാം. അതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രതിഭാസം? സംഘടനയിലെ എല്ലാം ആക്കുന്നു. അവിടെ ആ സംഘടനയും ചിലപ്പോൾ വ്യക്തിപരമായ ആൾക്കാരുടെ സ്വാധീനം ഉണ്ടാവാം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ ഒരു പശ്ചാത്തലത്തെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. ഇത് രണ്ടും കൂടി ചേർന്നതാണ് വ്യക്തി എന്ന രീതിയിൽ. അതുപോലെ താങ്കളുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ. അതായത് കേട്ടിട്ടുള്ളത് 5 തവണയെങ്കിലും സ്ക്വാഡ് വർക്ക് അവിടെ നടന്നിട്ടുണ്ട്. അതൊരു മ്യൂട്ടഡ് ആയിട്ടുള്ള ക്യാമ്പയിൻ ഒരു സൈഡിൽ. മറ്റേ സൈഡിൽ ജയിച്ച നിയമവും കണക്കൂട്ടം നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രി മോദി വരുന്നത് ഹൈ ഒക്ടേൻ ക്യാമ്പയിൻ. അപ്പം അവിടെയും വിജയം ഉണ്ടായി, ഇവിടെയും ഉണ്ടായി. ഇവിടുത്തെ സ്ട്രാറ്റജി എന്തുകൊണ്ടാണ് വ്യത്യസ്തമായിരുന്നത്? ഇങ്ങനെ നമ്മൾ വളരെ നിശബ്ദമായ ഒരു പ്രചരണ രീതിക്കാണ് ഇത്തവണ അവിടെ സംഘപരിവാർ പ്രസ്ഥാനം നേതൃത്വം കൊടുത്തത്. വലിയ നേതാക്കന്മാരുടെ ഒന്നും പ്രചരണം അവിടെ ഇല്ലായിരുന്നു. പ്രധാനമായും കേന്ദ്രീകരിച്ച് ഇത്തവണ ബൂത്ത് തല പ്രവർത്തനത്തിലാണ്. ഇവർ രണ്ടുപേരും കേന്ദ്രമന്ത്രിയുമാണ്, മുൻ കേന്ദ്രമന്ത്രിമാണ്. ഒരാൾ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ, ഒരാൾ മുൻ സംസ്ഥാന അധ്യക്ഷൻ. അവർക്ക് അവരുടേതായ പ്രാധാന്യമുണ്ട്. പക്ഷേ നമ്മൾ അവിടെ കേന്ദ്രീകരിച്ചത് ഗൃഹസന്ദർശനത്തിന് പ്രാധാന്യം കൊടുക്കുക, ജനങ്ങളുമായിട്ടുള്ള ആശയവിനിമയത്തിന് കൂടുതൽ സമയം ചെലവഴിക്കുക. സ്ഥാനാർത്ഥി എന്ന രീതിയിലും പാർട്ടിയുടെ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ മുഴുവൻ പ്രവർത്തകരും ഇത്തവണ കേന്ദ്രീകരിച്ചത് ബൂത്ത് തല വർക്കിനാണ്. കുടുംബയോഗങ്ങൾ അടക്കമുള്ള ബൂത്ത് തലം കൊച്ചു കൊച്ചു കുടുംബയോഗങ്ങൾ ഇതടക്കമാണ് ഞങ്ങൾ കേന്ദ്രീകരിച്ചത്. ആ ബൂത്തിൽ നിന്ന് വളരെ നിശബ്ദമായ ഒരു ബൂത്ത് തല പ്രവർത്തനമാണ്, ജനങ്ങളുമായിട്ടുള്ള ഒരു തുടർച്ചയായ ഇടപെടലാണ് വിജയത്തിലേക്ക്. സംഘം നേരിട്ട് ഇറങ്ങിയിരുന്നു, വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു താങ്കളുടെ കൂടെ. സംഘപരിവാർ പ്രസ്ഥാനം മുഴുവൻ ഉണ്ടല്ലോ. ഒപ്പം സംഘത്തിന്റെ ഭാഗത്താണ് ഒരു സംയോജകം, സഹസംയോജകത്വം. സംയോജക ഏറ്റവും മുതിർന്ന കാര്യകർത്താവ് ശരൺചേട്ടൻ സംയോജകമായിട്ട് വരുന്നു, സഹസംയോജകമായിട്ട് ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഈ ആ മണ്ഡലത്തിൽ ഉള്ള ഒരു പ്രത്യേകത, ഇപ്പം സോബി ചോദിച്ചതും അതാണ്. ഈ മറ്റ് മണ്ഡലങ്ങളിൽ നിന്നുള്ള ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചത് RSS ആയിരുന്നു പ്രചാരണത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിച്ചത്. വളരെ അച്ചടക്കത്തോടുകൂടി. പ്രത്യേകിച്ച് RSSൻ്റെ ഒരു രീതിയാണ് ഈ കുടുംബയോഗങ്ങൾ, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഒരു സാധനം. BJPയുടെ വർക്കർമാരല്ലായിരുന്നു ഈ ബഹളങ്ങൾക്കൊന്നും, അവർ ഈ RSS ആയിരുന്നു. പുറത്തു നിന്നും ഉള്ള നേതാക്കളുണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു? അതൊന്ന് വിശദീകരിക്കാം. കൊണ്ടുവന്നൊരു പശ്ചാത്തലം ഞാൻ പറഞ്ഞില്ലേ, എന്നെ കൊണ്ടുവന്നത് ഇപ്പോൾ ഇതെല്ലാം വേണ്ടുന്ന പ്രോത്സാഹനമൊക്കെ ചെയ്തിരുന്നത് തന്നെയാണ് RSS തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംഘപരിവാർ പ്രസ്ഥാനം മുഴുവൻ ഏറ്റെടുത്തുള്ള പ്രവർത്തനം ആ തരത്തിലേക്ക് അതിനെ മാറി. അതുപോലെ പുറത്തു നിന്നുള്ള BJP നേതാക്കൾ, MLA മാർ, അങ്ങനെ അവരുടെ ഒരു ഇതുണ്ടായിരുന്നു അവിടെ. അവിടെ വന്ന ദേശീയ നേതാവ് നഡ്ഡാജിയാണ്. ഒരു ഇൻഡോർ പ്രോഗ്രാമാണ് അദ്ദേഹം പങ്കെടുത്തത്, റോഡ് ഷോ ഒന്നുമില്ല. പിന്നീട് മഹാരാഷ്ട്രയിൽ നിന്നുള്ള MLA അദ്ദേഹം ഫുൾ ടൈം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അവരുടെ എല്ലാം ഒരു റോൾ? എന്തായിരുന്നു അവരുടെ റോൾ? ഒന്ന് സംഘടനാ പ്രവർത്തനങ്ങളെയൊക്കെ ഏകോപിപ്പിക്കാൻ വേണ്ട സഹായം ചെയ്യുന്നതോടൊപ്പം തന്നെ അവരും പോയി വ്യക്തിപരമായി അവരുടെ നേരിട്ട് വലിയൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ട് BJP വിജയിക്കണം കേരളത്തിൽ? നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അവർ പ്രധാനമായി മോദിജി 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 ഈ ഒരു വാക്കിലാണ് അവർ നിന്നത്. ആ ഒരു ഭരണം കൂടി ഇവിടെ ഉണ്ടാവണം. ആ ഒരു പ്രചരണ രീതിയാണ്
പ്രധാനമായും പുറത്തുനിന്നുള്ള വോട്ടാണ് കിട്ടിയത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഇപ്പൊ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു വലിയ വിജയമാണ് നേടിയിരിക്കുന്നത്. അപ്പൊ ഈ ഇലക്ഷന് മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നോ? ഇതാണ് വേർഡിക്റ്റ് വരാൻ പോകുന്നതെന്നൊരു തോന്നൽ നിങ്ങൾക്ക് കിട്ടിയിരുന്നോ? യഥാർത്ഥത്തിൽ തീർത്തും ദുർബലമായ ഒരു സംഘടനാ സംവിധാനമായിരുന്നല്ലോ UDF-നും കോൺഗ്രസിനും ഒക്കെ ഉണ്ടായിരുന്നു. ജനങ്ങളുടെ മനസ്സിൽ പിണറായി സർക്കാരിനെതിരെ ഒരു ജനവികാരം, ആ പിണറായി സർക്കാരിനുള്ള ഒരു ജനവികാരം UDF-ന് അനുകൂലമായി മാറി. കാര്യം അവരാണ് പ്രതിപക്ഷത്തിലായത്. ചിത്രം മാറുകയാണ്, BJP-യിലേക്ക് മാറുകയാണ്. അത് വേറെ. അതുകൊണ്ട് തന്നെ പിണറായി സർക്കാരിനെതിരെയുള്ള വോട്ട് UDF-ന് കിട്ടി എന്ന നേട്ടം മാത്രമാണ് UDF-ന് ഇപ്പോൾ നിലവിലുള്ളത്. വിജയം കഴിഞ്ഞു. ഇന്നലെയാണ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചത്. ഈ തമിഴി കണ്ടപ്പോൾ തന്നെ ജനം പറഞ്ഞു തുടങ്ങി ഇവർക്ക് വോട്ട് കൊടുക്കേണ്ടിയിരുന്നില്ല. 3 പേരും 3 മുഖത്താണ്. എങ്ങനെ മുന്നോട്ട് പോകും എന്ന രീതിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ UDF വരാനുള്ള കാരണം പിണറായി മാറണം, പിണറായി സർക്കാർ മാറണം. ആ ചിന്തയാണ്, ആ നെഗറ്റീവ് വോട്ടാണ് UDF-ന് കിട്ടിയത്. പക്ഷേ VD സതീശനൊക്കെ കൃത്യമായി പറഞ്ഞിരുന്നു 100-ൽ പരം സീറ്റുകൾ നേടി ഭരണത്തിൽ വരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. അത് തന്നെയാണല്ലോ സംഭവിച്ചത്. അപ്പൊ അതങ്ങനെ ജസ്റ്റ് ഒരു ഫ്ലൂക്കിന് ജയിച്ചതാവാൻ വഴിയുണ്ടോ? അതെ, തെരഞ്ഞെടുപ്പ് രംഗത്ത് എല്ലാവരും പറയും. പോളിംഗിന് ശേഷം എന്താ പറഞ്ഞേ, ഞങ്ങൾക്ക് 80 സീറ്റ് കിട്ടും. അവരുടെ മനസ്സിൽ പോലും 100 സീറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഒന്നും എനിക്ക് തോന്നുന്നില്ല. അതായത് പോളിംഗിന് ശേഷം അവിടെ ഉറച്ചിരിക്കട്ടെ. ഏറ്റവും അവസാനം മാധ്യമ സുഹൃത്തുക്കൾ VD സതീശന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ കയറിപ്പോയ VD സതീശന് ചിത്രം നമ്മുടെ മുന്നിലുണ്ട്, ദൃശ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആവർത്തിച്ച് പറയണ്ടേ ഞങ്ങൾക്ക് 100 സീറ്റ് കിട്ടും, പോളിംഗിന് ശേഷം ഉറപ്പിച്ച് പറയണ്ടേ. അപ്പോൾ അവർക്ക് അങ്ങനെ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് ഇതുപോലെ ആയിരുന്നു. അവർ പ്രതീക്ഷിച്ചില്ല എത്രയും പഞ്ചായത്ത് കിട്ടുമെന്ന്. അപ്പൊ അത്രമാത്രം ജനവികാരം എതിരായിരുന്നു പിണറായി സർക്കാർ. അത് അനുകൂലമായി. CPM തിരിച്ചറിഞ്ഞില്ലേ? എന്താ തോന്നുന്നത്? CPM തിരിച്ചറിയുന്ന കാലഘട്ടമൊക്കെ കേരളത്തിൽ പോയി. ചാത്തനൊരു 15,000 വോട്ടിൽ ജയിക്കുന്നതാണ് അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ചെയ്തത്. എന്നോട് അടുപ്പുള്ള ഒരു CPM നേതാവ്, ഉത്തരവാദിത്തമുള്ള പേരെന്ന് പറഞ്ഞത് ശരിയല്ല, ഞങ്ങളൊരു കണക്ക് എഴുതി കൊടുത്തു. എൻ്റെ കുട്ടി 60 വോട്ട് ലീഡ് ചെയ്യുമെന്ന് പറഞ്ഞു. നിങ്ങളാ ലീഡ് ചെയ്യുന്നത് എനിക്കറിയാം, എന്നാലും എഴുതി കൊടുത്തത് അങ്ങനെയാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ സാധാ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പിണറായിക്കെതിരെ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായി. എന്നോട് ആ വ്യക്തി പറഞ്ഞത്, ആദ്യത്തെ ഒരു നോട്ടീസിനകത്ത് മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ ഫോട്ടോയുമായി പോകത്തില്ല എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തില്ല എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അപ്പൊ അത്രമാത്രം പാർട്ടി പ്രവർത്തകരുടെ ഇടയിലുള്ള മനോചിന്ത പോലും CPM മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട്. ജനങ്ങളിൽ നടന്നില്ലേ, അവരുടെ ആശയങ്ങളിൽ നിന്ന് അവർ മാറിയില്ലേ. 4 പേര് റിബലായിട്ട് മത്സരിച്ചു, 3 പേരും വിജയിച്ചില്ല. പട്ടാരിക്കര മാത്രമേ ഉള്ളൂ ചെറിയ വോട്ടിന് പരാജയപ്പെട്ടത്. ജി സുധാകരനെ പോലുള്ളവർ മറ്റു 2 പേർ ഒരു കൃത്യം മെസ്സേജ് പാർട്ടി പ്രവർത്തകർ കൊടുത്തു, നിങ്ങളല്ല കമ്മ്യൂണിസ്റ്റ്, എവരാണ് കമ്മ്യൂണിസ്റ്റ്. ആ ചിന്തയാണ് കേരളത്തിൽ നമ്മൾ കണ്ടത്. ശരിയായ കമ്മ്യൂണിസ്റ്റുകൾ ഇപ്പോഴും ജയിക്കുന്നുണ്ടെന്നാണ് താങ്കൾ പറഞ്ഞത്. അതെ അതെ, ശരിയായ കമ്മ്യൂണിസ്റ്റ് ജയിച്ചു. നമുക്ക് രാഷ്ട്രീയപരമായും ആശയപരമായും ജി സുധാകരനോട് നമുക്ക് എതിർപ്പാണ്. പക്ഷേ ജി സുധാകരൻ പ്രധാനമന്ത്രിയെ കണ്ടിട്ട് പറഞ്ഞൊരു വാദ്യം, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പേന തടയുന്നു. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആ പേന എടുത്ത് കൊടുക്കുന്നതിനെ കുറിച്ച് ഒരു അഭിമുഖത്തിൽ ശ്രീ ജി സുധാകരൻ പറഞ്ഞു. അപ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ജയിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് വിറ്റവർ പരാജയപ്പെടുന്നു. CPM-ന് ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? ബംഗാളിലും ത്രിപുരയിലും തിരിച്ചുവരവ് CPM-ന് ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിൽ ഇനി സാധ്യത BJP-ക്കാണ്. അപ്പോൾ CPM-ന്റെ സ്പേസിലേക്കാണോ ഇനി BJP വളരാൻ പോകുന്നത്? സ്വാഭാവികമാണ്, അങ്ങനെ തന്നെ. ബംഗാളിലും ത്രിപുരയിലും CPM നേതാക്കളായിരുന്നു ഇങ്ങോട്ട് വന്നത്. കേരളത്തിലെ അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് കരുതുന്നുണ്ടോ? കേരളത്തിലെ CPM-ന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ വലിയ പോയി അണികളുടെ ഒഴുക്ക് ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട് BJP-യിലേക്ക്. കോൺഗ്രസിൽ ഇപ്പോൾ കണ്ട അനിശ്ചിതത്വവും ലീഗാണ് ഭരിക്കുന്നതെന്ന ചിന്തയുള്ള അസംതൃപ്ത കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. നേതാക്കന്മാർ മാത്രമല്ല, അണികളുണ്ട്. ഇത് രണ്ടും ഇനി BJP-യിലേക്ക്